കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നീതുവിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലെത്തി സുധീഷിനെയും വീട്ടുകാരെയും അപമാനിക്കുന്നത് സഹിക്കാനാവാതെ നിധി സുധീഷിന്റെ കയ്യിൽ നിന്നും താലിമാല ചോദിച്ചു വാങ്ങി കഴുത്തിലിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി വാദിക്കുകയാ. ഞാൻ ഇവിടെ വന്നപ്പോഴും നിങ്ങൾ പറഞ്ഞ ഈ നാട്ടുകാരെന്താ പറഞ്ഞത്? ഇതിവിടെ സഹിക്കില്ല, വന്ന വേഗത്തിൽ തന്നെ തിരിച്ചോടി പോയിക്കോളുമെന്നല്ലേ? എന്നിട്ട് അതുണ്ടായോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടുകാർ എന്നോട് എന്തേലും കുഴപ്പം ചെയ്തോ? നിങ്ങൾ നേരത്തെ അന്തസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലും അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നാ ഞാൻ വന്നത്. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയുമൊക്കെയുള്ള ഒരു നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ, ധാരാളം സ്വത്തും പണവും ഒക്കെയുള്ള വീട്. അതെല്ലാം വിട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിലേ ഇവരെല്ലാവരും ആ അളവില് എന്നെ പൊന്നുപോലെ നോക്കുന്നത് കൊണ്ടാ. അതറിയോ എന്ന് നിധി അവരുടെ നേരെ ഒച്ചവെക്കുന്നത് കണ്ട് സുധീഷും സന്തോഷത്തോടെ നികേഷിനോടായി, എടാ അവള് സംസാരിക്കുന്നത് കണ്ടോ നീ? എന്റെ ഭാര്യയായതിൽ അവൾക്ക് അഭിമാനമുണ്ടെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. ഇതാണ് ആ പറഞ്ഞതിനർത്ഥം കോപ്പേ എന്ന് സുധീഷ് പറയെ സുഭാഷും ഹരീഷും അച്ഛനുമെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽപ്പാ. ഞാൻ വന്നു കയറിയ ദിവസം മുതൽ എന്തിന് ഇവിടെ റിസപ്ഷൻ നടത്തിയ അന്ന് വരെ ഈ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെയാ കഴിയുന്നത്. നാട്ടുകാർ പറയുന്നതെല്ലാം വെറും കഥ മാത്രമാ. ഈ വീട്ടിൽ ഒരു പെണ്ണിന് ഇരിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറും നുണയാ. ആകെയുള്ളത് അച്ഛനെ പറ്റി പറയുന്ന കാര്യങ്ങളാ. അത് സത്യമാണോ നുണയാണോന്ന് പോലും ഉറപ്പുള്ള ആരുമില്ല. എല്ലാവരും ചെറുപ്പം മുതലേ കേട്ട കഥയാ. അത് കഴിഞ്ഞുപോയൊന്നല്ലേ. ഇത്ര കാലം ഈ വീട്ടിൽ താമസിച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഈ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പെണ്ണിനെ വേറെ ഏത് വീട്ടിൽ പോയാലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ അത്രയ്ക്ക് സന്തോഷത്തിലാ കഴിയുന്നത്. എല്ലാവരും എന്നെ അതേപോലെ നോക്കുന്നുമുണ്ട് എന്നൊക്കെ നിധി പറഞ്ഞു നിർത്തുമ്പോഴേക്കും, നീ ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നു കരുതി എന്റെ മോളെ ഇവിടേക്ക് അയക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് നീതുവിന്റെ അമ്മയും ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ മകളെ അയക്കോ അയക്കാതിരിക്കോ എന്തു വേണേലും ചെയ്തോ, അതെന്റെ വിഷയമല്ല. പക്ഷേ ഈ വീടിനെ പറ്റി മേലാൽ മോശം പറയരുത്. ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെന്നൊന്നും ദയവ് ചെയ്ത് പറയരുത് എന്ന് പറഞ്ഞവൾ തന്റെ താലിമാല കയ്യിൽ ഉയർത്തിപ്പിടിച്ച്, എന്ന് ഞാൻ സുധീഷിനെ കല്യാണം കഴിച്ച് ഇവിടേക്ക് വന്നു അന്ന് മുതൽ ഈ വീടിനെ പറ്റി പറഞ്ഞു കേൾക്കുന്നതെല്ലാം നുണയായി മാറി എന്നൊക്കെ നിധി വിളിച്ചു പറയുന്നത് കേൾക്കെ സുധീഷിന്റെ മനസ്സിലും ഒരു പ്രണയഗാനം അലയടിക്കുകയാ. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് സമ്മതമല്ലെങ്കിൽ, ഈ ജീവിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കണം. എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാത്തതിന് ഈ വീടാണ് കാരണമെന്ന് പറയരുത്. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ മകളെ ഹരീഷിനെ വിവാഹം ചെയ്തു കൊടുത്തതാണെങ്കിൽ അവൻ അവളെ പൊന്നുപോലെ നോക്കും. സുഭാഷിട്ടൻ അവള് എന്നെ പോലെ മറ്റൊരു അനിയത്തിയായിരിക്കും. നികേഷിന് അവരെ ഏട്ടത്തി അമ്മ കൂടിയാവും. എന്തിന്? ഇന്ന് നിങ്ങളോട് വഴക്കിന് വന്ന സുധീഷ് പോലും പിന്നീട് അവളോട് എത്ര സ്നേഹത്തോടെയാ പെരുമാറാന്നറിയോ എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷിനും ആകെ സന്തോഷമാവുകയാണ്. ഇങ്ങനൊരു വീട്ടിലേക്ക് അവളെ അയക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണെന്നേ. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് അതിനുള്ള സമാധാനം കണ്ടെത്തണം. പകരം ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഈ നാട്ടിൽ ഇങ്ങനൊരു മോശം വീട് ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ സുധീഷ് കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവന്ന ഞാൻ പറയുന്നു, ഇത്രയും നല്ലൊരു കുടുംബം ഈ നാട്ടിൽ വേറെ ഇല്ല. ഇതിലും സുരക്ഷിതമായൊരിടം ഒരു പെൺകുട്ടിക്കും കിട്ടാനും പോകുന്നില്ല എന്നവൾ പറഞ്ഞു നിർത്തേ. അതുകൊണ്ട് എന്ന് നീതുവിന്റെ അമ്മയും ചോദിക്കുക, ദേ നോക്ക്, നിങ്ങളുടെ മോളെ വിവാഹം കഴിപ്പിക്കുന്നതും അത് ചെയ്യാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്റെ വീടിന്റെ മുറ്റത്ത് വന്നു നിന്ന് വീടിനെ പറ്റി പഴി പറയുന്ന പണി ഇന്നത്തോടെ നിർത്തിക്കോണം എന്നവൾ പറയുന്നത് കേൾക്കെ, ആ എന്റെ വീടോ എന്ന് സന്തോഷത്തോടെ നികേഷിനോടായി പറയുന്നുണ്ട് സുധീഷ്. ഇനി ഇങ്ങനെയുള്ള പഴിയും കേട്ട് വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. ഈ വീടിനെ പറ്റിയുള്ള എല്ലാ നുണക്കഥകളും ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. ഇനി മേലിൽ അങ്ങനെ ഒരു സംസാരം കേട്ടാ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇറങ്ങി പോക്കോണം. മുറ്റത്തിൽ നിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത് എന്നവൾ ദേഷ്യത്തോടെ വെച്ചവയ്ക്ക് നീതുവിന്റെ അച്ഛൻ അമ്മയെ വിളിച്ച് ഓട്ടോയിൽ കയറി പോവുകയാ. ദേഷ്യത്തോടെ അവര് നോക്കി നിൽക്കുന്ന നിധിയെ മോളെ എന്ന് സുഭാഷേട്ടൻ വിളിക്കേ. ഇനി ഇങ്ങനെ കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല സുഭാഷേട്ടാ, അതുകൊണ്ടാ എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറി പോവുകയാ. അവൾ അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ ആർത്തു വിളിച്ച് സുഭാഷേട്ടനെയും ഹരീഷിനെയും നികേഷിനെയും എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സന്തോഷത്തോടെ വിളിച്ച് പറയുന്നുണ്ട്, കണ്ടില്ലേ എന്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കെട്ടിയ താലിയും ഉയർത്തിപ്പിടിച്ച് അവൾ ഡയലോഗ് പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് തറയിൽ നിൽക്കാനേ തോന്നുന്നില്ലെന്നേ എന്ന് പറഞ്ഞവൻ തുള്ളിച്ചാടുമ്പോഴേക്കും മതി വാ എന്ന് വിളിച്ച് നികേഷ് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാ. പുറകെ സുഭാഷും ഹരീഷിനെയും വിളിച്ച് അകത്തേക്ക് കയറിപ്പോഴുമ്പോഴേക്കും അഭിമാനത്തോടെ സന്തോഷത്തോടെ, ശിവനെ ഇവരൊന്നിച്ചങ്ങ് ജീവിച്ച് കണ്ടാ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അച്ഛനും. പിന്നീട് തളത്തിൽ എല്ലാവരും അക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിപ്പാ. ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ശരിക്കും രണ്ട് പൊട്ടിച്ച് വിടണമായിരുന്നു. വന്ന് പറഞ്ഞത് കേട്ടില്ലേ, നമുക്കും അവർക്കുമിടയിൽ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? അല്ലെങ്കിൽ തന്നെ നമ്മൾ അവിടേക്ക് പെണ്ണ് അന്വേഷിച്ചു പോയോ? ഇല്ലല്ലോ എന്നൊക്കെ ഹരീഷ്
ഒച്ച വെക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും എഴുന്നേറ്റ് എടാ അവര് വന്നോന്നിരിക്കട്ടെ അതിന് നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ നോക്കുമ്പോഴേക്കും ഒരു സ്വപ്ന ലോകത്തിൽ എന്ന പോലെ തോണുംചാരി പ്രണയത്തോടെ നിധിയെ നോക്കി നിൽക്കുന്ന സുധീഷിനെ കണ്ട് ഡാ എന്ന് സുഭാഷ് ഏട്ടൻ ഉറക്കെ വിളിക്കുമ്പോഴേക്കും സുധീഷും ഞെട്ടി ഉണരുകയാ. എടാ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയെന്നുള്ള കാര്യം പറ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത് മനസ്സിലാവാതെ എന്താടാ എന്ന് നികേഷിനോടായി ചോദിക്കുന്നുണ്ട് സുധീഷ്. നീതു എന്ന് നികേഷ് പറയേ. അതെ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയത് എന്തിനാന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇന്നലെ അവരിവിടെ വന്ന് ബഹളം വെച്ച് പോയില്ലേ, അവൻ എന്ത് തോന്നിവാസവും പറയാന്നാണെങ്കിലേ തിരിച്ചു ചോദിക്കാതിരുന്നാ ശരിയാവോ എന്ന് സുധീഷ് ചോദിക്കേ. എന്നിട്ട് എന്തായി? നിങ്ങൾ പോയി വഴക്കുണ്ടാക്കിയതിന് പകരമായി അവരിവിടെ വന്ന് വഴക്കുണ്ടാക്കി. വെറുതെ പ്രശ്നം വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. ദേ ഹരീഷേ, എന്തെങ്കിലും ആ കുട്ടിയെ വിവാഹം കഴിക്കണമെന്നുള്ള വിചാരം നിനക്കുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരുമായി ഇങ്ങനൊരു ബഹളത്തിന് പോവേണ്ട ആവശ്യമുണ്ടോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. അവര് പറയണത് മുഴുവൻ കേട്ട് നാണം കേട്ടിട്ട് അങ്ങനൊരു കല്യാണം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല സുഭാഷേട്ടാ എന്ന് ഹരീഷും ഉറപ്പിച്ചു പറയേ. വായടക്കടാ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തും അങ്ങ് പറയാന്നാണോ? ദേ ഇങ്ങനെ പരസ്പരം പോരടിച്ച് ഒരു കാര്യവും നേടാൻ പോകുന്നില്ല. എടാ ആ കുട്ടിക്കും നിനക്കും ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നോക്കണം. എടാ ചിലത് കണ്ടില്ലെന്ന് നടിക്കണം. എല്ലാത്തിനും വഴക്കുണ്ടാക്കാൻ പോയാൽ ഒന്നും ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്ന് സുഭാഷ് ഏട്ടനും പറയുകയാ. അങ്ങനെ വിചാരിച്ച് ഒഴിഞ്ഞു മാറാൻ നോക്കിയാലേ അവര് തലയിൽ കയറും സുഭാഷ് ഏട്ടാ. ഇക്കാര്യത്തിൽ ഞങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി എന്ന് സുധീഷ് വിളിച്ചു പറയേ. ഹരീഷും അത് സമ്മതിക്കുക. അപ്പോഴാണ് സുധീഷ് നിധിയോടായി, പിന്നെ നിധി ഇന്ന് സീൻ തൂക്കിയത് നിധിയല്ലേ, കലക്കി കളഞ്ഞുട്ടോ നിധി എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഞാൻ വന്ന് സത്യം പറഞ്ഞതേ ഉള്ളൂ. പെണ്ണുങ്ങൾ തങ്ങാത്ത വീടെന്ന് എപ്പോഴും പറയുന്നത് ശരിയാണോ? ഞാൻ ഇവിടെ താമസിക്കുന്നില്ലേ, ഞാനൊരു പെണ്ണല്ലേ, അതവരെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി എന്നവൾ പറയേ. ഏട്ടത്തി പോയിന്റ് പറഞ്ഞ് കാര്യം പറഞ്ഞപ്പോഴേ അവരുടെ പത്തി മടങ്ങി. ഈ വീടിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള പ്രധാന കാരണം ഇതായിരുന്നല്ലോ. അതാദ്യം അങ്ങ് പൊളിച്ചു കൊടുത്തപ്പോ അവർക്ക് പിന്നെ വേറൊന്നും പറയാനില്ലാതായി എന്ന് നികേഷും സന്തോഷത്തോടെ പറയുന്നുണ്ട്. സുധീഷ് വീണ്ടും എന്നാലും ആ താലി ഉയർത്തിപ്പിടിച്ച് 4 ഡയലോഗ് ആച്ചിയില്ലേ, അതാണ് ശരിക്കും മാസായത്. മരണമാസ്, കൊലമാസ് എന്നൊക്കെ അവൻ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും നിധി തന്റെ കഴുത്തില് താലിമാല അഴിച്ചെടുക്കുക. അയ്യോ നിധി, അത് ഊരല്ലേ, അതവിടെ കിടന്നോട്ടെ നിധി, ഞാൻ ഇനി താലിയുടെ മഹത്വം പറയില്ല നിധി എന്നൊക്കെ അവൻ ടെൻഷനോടെ വിളിച്ചു പറയേ. നിധി അവന്റെ അരികിലേക്ക് ചെന്ന് അവന്റെ കയ്യിലേക്ക് ആ താലിമാല വെച്ചു കൊടുത്ത് സൂക്ഷിച്ചു വെച്ചേക്ക് എന്ന് പറഞ്ഞ് തന്റെ റൂമിലേക്ക് പോവുകയാ. സുധീഷ് ആ താലിമാലയും കയ്യിൽ പിടിച്ച് ആകെ നിരാശയോടെ നിൽക്കെ. തനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും സന്തോഷത്തോടെ ചിരിക്കെ. എന്തിനാ ചിരിക്കണേ, അത് ഊരി തന്നോണ്ടാണോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഊരി തന്നാൽ എന്താടാ, ഈ വീട്ടിലൊരു പ്രശ്നം വന്നപ്പോ അവൾ ഇത് തിരിച്ചു കഴുത്തിലിട്ട് എന്റെ ഭാര്യയാണെന്നും പറഞ്ഞു പോയി നിന്നില്ലേ, അത് മതി എനിക്ക്. ഇനി ഈ മാല എന്റെ കയ്യിൽ ഇരുന്നാലും വിരോധമില്ല. ആവശ്യമുള്ള സമയത്ത് അവൾ ഈ മാലയും എടുത്തിട്ട് നാട്ടുകാരെ മുന്നിൽ ചെന്ന് നിൽക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആ, നമ്മുടെ വീടായതുകൊണ്ട് ഇനിയും ഇത്തരം ആവശ്യങ്ങൾ ഉണ്ടാവും. അവൾ അപ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ അവൾ വീണ്ടും എന്റെ ഭാര്യയാണെന്നങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആവും. അത് മതി എനിക്ക് എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ട് അവൻ തന്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ നീതുവിന്റെ വീട്ടിൽ നീതുവും അഖിലും ആ സമയത്ത് പൊരിഞ്ഞടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛനും അമ്മയും അങ്ങോട്ടെത്തുന്നത്. അകത്തെ ബഹളമെല്ലാം കേട്ട് അവർ അമ്പലപ്പുഴ അകത്തേക്ക് നടക്കുമ്പോഴേക്കും അവർ വലിച്ചെറിഞ്ഞൊരു പാത്രം മുറ്റത്തേക്ക് വന്ന് വീഴുകയാണ്. എന്താടി ഇത് എന്ന് നീതുവിന്റെ അച്ഛൻ ചോദിക്കുക. മനസ്സിലായില്ലേ, നിങ്ങളുടെ മോള് കളിക്കുന്നതാ, അവളെ ഇന്നു ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നീതുവിന്റെ അമ്മ അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ ബഹളമുണ്ടാക്കി തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയും അച്ഛനും അമ്മയും. നിന്റെ ചേട്ടനല്ലേടി എന്ന് നീതുവിന്റെ അമ്മ ചോദിക്കുക. അനിയത്തിയാണുള്ള വിചാരം അവനും വേണം എന്ന് നീതുവും ദേഷ്യത്തോടെ പറയുകയാ. നാണമുണ്ടോടി നിനക്ക്? ഒരു പെൺകുട്ടിയുടെ സ്വഭാവമാണോ നിന്റേത് എന്നമ്മ ചോദിക്കേ. പെൺകുട്ടികൾക്ക് അങ്ങനെ പ്രത്യേക ഒരു സ്വഭാവം ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല എന്ന് നീതുവും. എടി നിന്റെ ഒച്ച അങ്ങാടി വരെ കേൾക്കാം എന്നമ്മ ദേഷ്യത്തോടെ പറയേ. എന്താ നിങ്ങളുടെ മകന്റെ ഒച്ച കേൾക്കില്ലേ? ഇവൻ ഊമയൊന്നുമല്ലല്ലോ എന്ന് നീതുവും. ഇവനോ എന്നമ്മ ചോദിക്കേ. ചേട്ടാന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് നീതുവും. ഇവൻ പറയുന്നതും കേട്ട് ഇവന്റെ തല്ലും കൊണ്ട് ഇവിടെ ഇരിക്കാന്നാണോ? എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും, ഒന്നടിച്ചാൽ 4 അടിക്കും എന്ന് നീതുവും ദേഷ്യത്തോടെ വിളിച്ചു പറയുകയാണ്. അവൻ അടിച്ചാൽ നീ തിരിച്ചടിക്കോ എന്നമ്മ ചോദിക്കേ. അടിച്ചാൽ എന്താ, ഇവനല്ലേ എന്നെ ആദ്യം അടിച്ചത്, അപ്പൊ ന്യായം ചോദിക്കേണ്ടത് ഞാനാ. അടി വാങ്ങിയിട്ട് വെറുതെ നിക്കണത് നടക്കണ കാര്യമല്ലെന്ന് നീതുവും. ഞാൻ നിന്നെ വെറുതെയാണോടി അടിച്ചേ? ആ തെണ്ടിയുടെ പേര് മിണ്ടി പോകരുതെന്ന് പറഞ്ഞപ്പോ നീ എന്താടി തിരിച്ചു പറഞ്ഞു? അവനെ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ലെന്ന് എന്നകിലും ചോദിക്കേ. വെറുതെ ഇരുന്ന് എന്റെ അടുത്ത് ഹരീഷിന്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കിയത് നീയല്ലേ? പിന്നെ വെറുതെ തെണ്ടി നടന്ന് ഒരു പണിയുമില്ലാതെ തിന്നുന്നത് നീയാ. ഹരീഷിനെ അന്തസ്സുള്ളൊരു ജോലിയുണ്ട് എന്നവൾ പറയേ. അഖിലം ദേഷ്യത്തോടെ ഇവള് തല്ലയല്ല കൊല്ല വേണ്ടേ എന്ന് അവളുടെ നേരെ കൈയൊങ്ങിക്കൊണ്ട് പറയുകയാ. എന്നാ വാടാ എന്ന് നീതുവും വെല്ലുവിളിക്കെ. അഖിൽ അവളെ അടിക്കാനായി തുടങ്ങുകയാ. നീതുവും തിരിച്ചു തല്ലാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛനും അമ്മയും അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. നീതുവിനെ അമ്മ ദേഷ്യത്തോടെ തല്ലുമ്പോഴേക്കും എന്തിനാ ഇപ്പൊ എന്നെ എല്ലാവരും കൂടി തല്ലുന്നേ? ഇവനാണ് എന്നെ ആദ്യം തല്ലിയതെന്ന് പറഞ്ഞില്ലേ എന്ന് നീതുവും ചോദിക്കുക. അത് കേൾക്കെ അച്ഛനും അതിന്റെ കാരണവും അവൻ പറഞ്ഞില്ല. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്.
ഇനി നീ അവനെ കണ്ട എന്ന് താക്കിയതോടെ അച്ഛൻ പറയേ ഞാൻ കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും എന്ന് നീതു പറയുന്നത് കേൾക്കെ അവളുടെ അഹങ്കാരം കണ്ടില്ല അച്ഛാ എന്ന് ചോദിച്ച് അഖിൽ വീണ്ടും അവളെ അടിക്കാനായി തുടങ്ങുകയാ. തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയ നീതുവിനെയും അമ്മ പൊതിരെ തല്ലാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ വിളിച്ചു പറയുന്നുണ്ട്, നിർത്ത്, അവള് ചത്തുപോകുമെന്ന്. ഇതിലും ഭേദം അതായിരുന്നു നാട്ടുകാരെ കൊണ്ട് തന്തയും തള്ളയും പറയിപ്പിക്കാനായ ഒരു സന്തതി എന്ന് അമ്മയും ദേഷ്യത്തോടെ പറയുകയാ. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം ചെയ്യാൻ വിചാരിച്ച അത് ചെയ്തിരിക്കും എന്ന് നീതുവും ദേഷ്യത്തിൽ വിളിച്ചു പറയുകയാ. ഇവൾക്ക് ഭ്രാന്ത അമ്മേ, പിടിച്ചു വല്ല മുറിയിലും പൂട്ടിയിടണം. പിശാച് എന്ന് അഖിൽ ദേഷ്യത്തോടെ പറയേ, പൂട്ടിയിടേണ്ടത് നിന്നെയാടാ, നിനക്ക ഭ്രാന്ത്, രാക്ഷസൻ എന്ന് പറഞ്ഞ് നീതു അവിടുന്ന് അകത്തേക്ക് കയറി പോവുകയാണ്. നാശം, പെറ്റിട്ടപ്പോഴേ വല്ല ഉമ്മത്തിങ്കായി അരച്ച് കലക്കി കൊടുത്ത മയത്തിയായിരുന്നു എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അമ്മയും അവിടുന്ന് പോവുകയാണ്. സൺഡേ ആയതിനാൽ അവിടെ തളത്തിലിരുന്ന് ലുഡോ കളിക്കുകയാണ് നിധിയും നികേഷും സുധീഷും. താൻ ജയിച്ചത് കണ്ട് നികേഷ് ആർത്തു വിളിക്കുമ്പോഴേക്കും ഇതെന്താടാ എപ്പോഴും നീ തന്നെയാണല്ലോ ജയിക്കുന്നത് എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടാ, ഇത് നിർത്തിയിട്ടെ നമുക്കൊരു GTA കളിച്ചാലോ എന്ന് നികേഷ് ചോദിക്കേ. ഇത് നല്ല കളിയല്ലേടാ മോനെ എന്ന് സുധീഷും. അതുകൊണ്ടാവും തുടർച്ചയായി തോൽക്കുന്നതെന്ന് നിധിയും. അപ്പോഴാണ് ഹരീഷ് റൂമിൽ നിന്ന് അങ്ങോട്ട് വരുന്നത്. എടാ ഹരീഷേ, വാ വാ ഇരിക്കേ കളിക്കാം എന്ന് സുധീഷ് വിളിക്കേ. കളിക്കേ, ഇയൊക്കെ വേറെ പണിയൊന്നുമില്ലേ എന്ന് ഹരീഷും. അത് കേൾക്കെ സുധീഷും ഒരു ചമ്മലോടെ ഇരിക്കുമ്പോഴേക്കും ഓ ഞാൻ അത് ഓർത്തില്ല, നിങ്ങൾക്ക് പണിയും തൊഴിലും ഒന്നും ഇല്ലല്ലേ എന്ന് ഹരീഷും ചോദിക്കുക. അത് കേൾക്കെ നിധിയും നികേഷനും സുധീഷിനെ നോക്കി ചിരിക്കുമ്പോഴേക്കും ഒരു ചിരിയോടെ സാറനെ പരിഹസിച്ചതാണല്ലേ, ചെല്ല് ബൈക്ക് എടുത്ത് പോവാൻ നോക്കുന്ന സുധീഷും. 4 പേരുണ്ടെങ്കിൽ രസമുണ്ടാവും, വാ ഹരീഷേ ഇരിക്കേ എന്ന് നിധിയും വിളിക്കേ. അല്ല അതല്ലേ എടുത്തി, കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്ന് ഹരീഷും. നികേഷും സംശയത്തോടെ ഇന്ന് ഞായറാഴ്ചയല്ലേ, വർക്ക്ഷോപ്പ് അവധിയല്ലേ, പിന്നെന്ത് പണിയായെന്ന് നികേഷും ചോദിക്കുക. സുധീഷും നികേഷിനോടായി ഇടാ രാവിലത്തെ വഴക്കിനിടയിൽ സാറിന്റെ കണക്ഷൻ കട്ടായെന്ന് തോന്നുന്നു, അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള പോക്കാവും എന്ന് നികേഷിനോടായി പറഞ്ഞ് ഹരീഷിനോടായി ഇടാ മോനെ പേടിക്കണ്ടടാ, ആ പെൺകുട്ടി ഉണ്ടല്ലോ താനി അട്ടയെ പോലെയാ, നിന്നെ വിട്ട് പോവേയില്ല, നിന്റെ തലയിൽ തന്നെ വരും എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. എന്താ സുധീഷ് ഈ പറയുന്നത് എന്ന് നിധിയും ചോദിക്കുക. ഞാനെന്ത് പറഞ്ഞു എന്ന് സംശയത്തോടെ സുധീഷ് ചോദിക്കുക. നിധിയും സീരിയസ് ആയി മതി ഇനി വിശദീകരിക്കണ്ട, രാവിലെ കഴിഞ്ഞത് കഴിഞ്ഞു, ഹരീഷ് വാ നമുക്ക് കുറച്ചു നേരം കളിക്കാമെന്ന് പറഞ്ഞ് അവനെ വീണ്ടും വിളിക്കുക. അത് കേൾക്കെ ഹരീഷും കളിക്കാനായി ഇരിക്കുമ്പോഴേക്കും സന്തോഷത്തോടെ കളിക്കുന്ന നിധിയെയും ശ്രദ്ധിച്ച് അവളെ തന്നെ നോക്കിയിരിപ്പ സുധീഷും. അവന്റെ മനസ്സിലേക്ക് താലിമാല ഉയർത്തിപ്പിടിച്ച് അവൾ നീതുവിന്റെ അച്ഛനും അമ്മയോടും പറഞ്ഞ കാര്യം ഓർക്കുകയാ. എന്ന് ഞാൻ സുധീഷിനെ കല്യാണം കഴിച്ച് ഇവിടേക്ക് വന്നോ അന്ന് മുതൽ ഈ വീടിനെ പറ്റി പറഞ്ഞു കേട്ടത് എല്ലാം നുണയായി മാറി എന്നവൾ പറഞ്ഞതോർത്ത് അവളെ നോക്കിയിരിക്കുന്ന സുധീഷിനോടായി അന്തം വിട്ടിരിക്കാതെ കളിക്ക് ചേട്ടാ എന്ന് പറഞ്ഞ് നികേഷ് കളിക്കാനായി കൊടുക്കുന്നുണ്ട്. തന്റെ കളി കഴിഞ്ഞ് വീണ്ടും പ്രണയത്തോടെ നിധിയെ നോക്കിയിരിക്കുന്ന സുധീഷിനെ ശ്രദ്ധിച്ച് നികേഷും അവനോടായി പറയുന്നുണ്ട്, അതേ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നത് ഏട്ടത്തി കണ്ട എണീറ്റ് സ്ഥലം വിടും കേട്ടോന്ന്. അത് ശ്രദ്ധിക്കുന്ന നിധിയും എന്താ നികേഷ് ഒരു രഹസ്യം പറച്ചില്ലേ എന്ന് ചോദിക്കേ. ഒന്നുമില്ലെന്ന് നികേഷും. നികേഷ് ഹരീഷിനോട് കളിക്കാനായി പറയുമ്പോഴേക്കും സുധീഷ് വീണ്ടും തന്റെ അരികിലേക്ക് അവനെ വിളിച്ച് നമുക്ക് എങ്ങോട്ടേലൊന്ന് പോയാലോ എന്ന് ചോദിക്കേ. നമുക്കോ എന്ന് നികേഷും. നമുക്കല്ലടാ നമുക്ക് എല്ലാവർക്കും കൂടി എന്നവൻ പറയേ. എവിടേക്ക് എന്ന് നികേഷും. എല്ലാവരും കൂടി വല്ല ബീച്ചിലേക്കോ മറ്റോ എന്ന് സുധീഷ് പറയും. സംഭവം നല്ല ഐഡിയ ആണെന്ന് നികേഷും. എന്നാലേ നീ ഏടത്തിയൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും, ഞാൻ വിളിച്ചാ വരൂലടാ അതാ എന്ന് സുധീഷ് പറയേ. അയ്യോ ഏടത്തിയോട് ഞാൻ ചോദിക്കാനോ എന്ന് നികേഷും. നിന്നെ കൊണ്ട് പറ്റും പ്ലീസ് ഡാ, ഞാൻ വിളിച്ച വരൂല അതുകൊണ്ടല്ലേ, പൊന്നു മോനല്ലേ എന്ന് സുധീഷ് പറയേ. അത് ശ്രദ്ധിക്കുന്ന നിധിയും എന്താ കളിക്കാതൊരു സംസാരം, കുറെ നേരമായല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നികേഷും അല്ല ചേട്ടൻ ചോദിക്കുമായിരുന്നു ചേട്ടത്തിയെ ബീച്ചിൽ കൊണ്ടുപോണ കാര്യം എന്ന് നികേഷ് പറയേ. അയ്യോ ഞാനങ്ങനെ പറഞ്ഞില്ല, അതാണോടാ പറഞ്ഞത് എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുക. അങ്ങനെ അല്ല എടുത്തി, ഏട്ടൻ ചോദിക്കായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിലേക്ക് പോയാലോ എന്ന് നികേഷ് പറയേ. അതിനെന്താ പോവാലോ എന്ന് നിധി. പോവാന്നോ എന്ന് സുധീഷ് ചോദിക്കേ. എല്ലാരും കൂടി ആണെങ്കിൽ പോവാം എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും അങ്ങോട്ട് വന്ന് എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കേ. സുഭാഷ് ഏട്ടാ നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിൽ പോയാലോ എന്ന് നിധി ചോദിക്കുക. ഞാനില്ല, എനിക്കിന്ന് കടയിൽ പോകണം എന്ന് ഹരീഷ് പറയേ. അതിനൊന്നും മുടക്കമല്ലേടാ എന്ന് സുഭാഷും. നാളെ രാവിലെ ഒരു വണ്ടി കൊടുക്കാനുണ്ട്, പണി ഇതുവരെ തീർന്നിട്ടില്ല അതാ എന്ന് ഹരീഷ് പറയേ. എന്നാ നിങ്ങൾ റെഡി ആയിക്കോ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കേ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ലുഡോയൊക്കെ അവസാനിച്ചിരിക്കുന്നു, എല്ലാവരും പോയി റെഡിയായേ, ഞാനും റെഡിയാവാൻ പോവുക എന്ന് പറഞ്ഞ് ആ ലുഡോ എല്ലാം മറിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും കണ്ടില്ലേ അപ്പോഴത്തെ കാര്യമേ ഉള്ളൂ, ഇനി അടുത്ത തവണ കളിക്കാൻ നോക്കുമ്പോ കരു കാണില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. നിധിയും അത് സമ്മതിച്ച് അത് ശരിയാ സുധീഷെ, ഈ തട്ടി എറിഞ്ഞ കരുക്കളൊക്കെ എടുത്തു വെച്ചിട്ട് സുധീഷ് വന്നാ മതി എന്ന് നിധിയും പറയുകയാ. ഒരു പരുങ്ങലോടെ അതെവിടെയെന്ന് സുധീഷും തിരികെ പെറുക്കി എന്ന് നികേഷ് വിളിക്കുന്നുണ്ട്. സുധീഷും സംശയത്തോടെ അവനെ നോക്കുമ്പോഴേക്കും അതല്ല തെറിച്ചു പോയതൊക്കെ പെറുക്കിയെടുക്കാൻ പറയായിരുന്നു, ഏതിന്റെ അടിയിലേക്കാ പോയതെന്ന് അറിയില്ലല്ലോ എന്ന് നികേഷും പറയുകയാ. അപ്പൊ ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് ഹരീഷ് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും
നികേഷും നിധിയും സുഭാഷുമെല്ലാം റെഡിയാവാനായി പോവുകയാണ്. തട്ടിയെറിഞ്ഞ കരുകൾ നോക്കി ഇതെല്ലാം എവിടെ പോയി കിടക്കുന്നു ആവോ, വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുധീഷ് ഓരോന്നായി തിരഞ്ഞ് പെറുക്കിയെടുക്കുകയാണ്. അങ്ങനെ അവൻ അതെല്ലാം പെറുക്കിയെടുത്ത് വെക്കുന്നുണ്ട്. അവിടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നീതു വിഷമത്തോടെ ഹരീഷിന്റെ കടയിലേക്ക് എത്തുന്നതും അവളെ വഴക്ക് പറഞ്ഞ് ഹരീഷ് ഇറക്കി വിടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.